അയ്യോ വണക്കം. നിലവിലെ കേരളത്തിലെ കറണ്ട് സിനാറിയോ എന്ന് പറയുന്നത് നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ പ്രിയ ഖഡ്ഗമേ നിനക്ക് വിട എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ സഖാക്കന്മാരെല്ലാം നിൽക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാടാനുള്ളൊരു സ്കോപ്പ് നൈസായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സഖാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നിട്ട് ഒരു റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കത്തിൽ നിന്ന് കണ്ണിഞ്ഞരടി എഴുന്നേൽക്കുന്നത് ED ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇത് സത്യം പറയാം, ഞാൻ ടു ബി ഫ്രാങ്ക് സത്യം പറയാം, രാവിലെ ഒരു 6-7 മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ എണീക്കുമല്ലോ. ഞാൻ സ്വാഭാവികമായിട്ട് എണീച്ചിട്ട് നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ അരിച്ചു പറക്കുന്ന റിപ്പബ്ലിക് ചാനൽ, പിന്നെ ടൈംസ് നൗ, BBC, NDTV, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഡെക്കാൻ ക്രോണിക്കിൾസ്, അങ്ങനെ പല 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 മാധ്യമങ്ങൾ നമ്മളിങ്ങനെ അരിച്ചു പറക്കും. പിന്നെ ഈ ഡിഫൻസ് ആയിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ഈ സംഭവം ഉണ്ടാണെന്ന് അറിയണമല്ലോ. ഈ റിപ്പബ്ലിക് ചാനലിലാണ് ഇത് ആദ്യം വന്നത്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, റെയ്ഡ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ മനോരമ എടുത്ത് നോക്കിയപ്പോൾ മനോരമയ്ക്കകത്ത് ഈ വാർത്ത ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ മനോരമ എടുത്ത് നോക്കി, അപ്പോഴും അതിനകത്തില്ല. ഒരു 7-8 മണിയായ ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അറിയുന്നതും, അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കങ്ങളൊക്കെ, ഇത് അറിയുന്നതും. അവർ പെട്ടെന്ന് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തതും. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ മാധ്യമങ്ങളൊക്കെ ഇട്ടൊന്ന് നോക്കി. കേരളത്തിലെ മാധ്യമങ്ങളിൽ പിന്നെ കാണുന്ന ഫ്ലാഷ് എന്ന് പറയുന്നത് ഈ വാർത്ത ആദ്യം വന്നത് ഞങ്ങളയിലാണ് കേട്ടോ എന്ന് ഏഷ്യാനെറ്റ് പറയുന്നു. ഇപ്പോഴത്തെ 24 പറയുന്നു ഇത് ഞങ്ങളയിലാണ് ആദ്യം വന്നത്. അങ്ങനെ പറയല്ലോ. പിന്നെ റിപ്പോർട്ടർ അറിയാമല്ലോ, എന്തുണ്ടെങ്കിലും ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അങ്ങനെയുള്ള സംഭവം ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഈ ചാനലുകളുടെ ഈ വാർത്താ റിപ്പോർട്ടിംഗ് ശൈലി നമ്മളൊന്ന് പരിശോധിക്കണം. ഇതിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കൊരു അവാർഡുണ്ട്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് ഈ സാധനം റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് വളരെ ഗംഭീരമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു. വിനു വി ജോണാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് രാവിലെ മുതൽ നിൽക്കുന്നത്. ഈ വിനു വി ജോൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ സത്യം പറഞ്ഞാൽ രാത്രി ഈ ഡിബേറ്റ് എടുക്കാൻ മാത്രമേ വരത്തുള്ളൂ. ഇങ്ങനെ ഈ രാവിലെ മുതലേ കയറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഡെസ്കിൽ ഒരു ഫ്ലഡ് വന്നപ്പോൾ, അതായത് ഡെസ്കിൽ പ്രളയത്തിൻ്റെ വാർത്തകളുടെ ഒരു ഫ്ലഡ് ആയിരുന്നല്ലോ, അത് വന്നപ്പോൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദിലീപിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട ആ ദിവസം രാത്രി 11, 12, 1 മണി വരെയൊക്കെ വാർത്ത ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഈ ദിലീപിനെ പിടിച്ച് അകത്ത് കൊണ്ടുപോകുന്നു, ദിലീപിൻ്റെ ദാടിക്ക് തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് വിനു വി ജോൺ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. പിന്നെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ ഫുൾ ഡെസ്കിൽ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇലക്ഷൻ്റെ സമയത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഏഷ്യാനെറ്റ് പറഞ്ഞു കയറ് വിനു ഫ്ലോറിൽ നിന്ന്. അങ്ങനെ വിനു വി ജോൺ ഫ്ലോറിൽ കയറുന്നു. വളരെ ഗംഭീരമായിട്ടാണ് പുള്ളി റിപ്പോർട്ട് ചെയ്തത്. അതായത് പ്രതിഷേധമൊക്കെ ദുർബലമായിരുന്നു എന്നാണ് തുടക്കത്തിൽ വിനു വി ജോൺ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിലെ അനൂപ് ബാലചന്ദ്രൻ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരുന്നു. അനൂപ് ബാലചന്ദ്രനും വളരെ രസകരമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. വളരെ രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ളവർക്കറിയാം, ഈ മാധ്യമ പ്രവർത്തകർക്കറിയാം. അല്ലാതെ ഈ റിപ്പോർട്ടറിലിരിക്കുന്ന എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത പാർട്ടി അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന യുവമാർക്കൊന്നും അറിഞ്ഞൂടാ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞാൽ ജുഡീഷ്യൽ പവറുള്ള ഒരു ഏജൻസിയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെയുള്ള CPM പ്രവർത്തകർക്ക് അറിയാത്തതാണോ എന്നറിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലോട്ട് നമുക്ക് വരാം. എന്തായാലും അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പൊന്നുമോനെ വലിയ വിഷയമാവും. അത് നിങ്ങൾക്കല്ല വിഷയമാവുന്നത്, അത് പിണറായി വിജയനാണ് വിഷയമാവുന്നത് എന്നുള്ളതാണ്. കാരണം ഈ കേസിൻ്റെ മെറിറ്റിനെ അത് ബാധിക്കും. അന്വേഷിക്കാൻ വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഈ കേസ് തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഈ കേസ് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതി അനുമതി കൊടുത്തിട്ടാണ് വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത് എന്നുള്ള വേറൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെയും നമ്മൾ പ്രധാനമായിട്ടുമില്ല ചിന്തിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് റിപ്പോർട്ടർ ചാനലിലൊക്കെ കാണണമല്ലോ. റിപ്പോർട്ടർ ചാനലിൽ മറ്റേ വേട്ടാവളിയെ അന്തംകമ്മി PR സുനിൽ, അന്തംകമ്മി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അന്തംകമ്മി ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകരോട് ചോദിച്ചറിയാം, യവൻ ഏറ്റവും വലിയ അന്തംകമ്മിയാണ് അവിടെയുള്ള. ഈ അന്തംകമ്മിയാണ് റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുമ്പോൾ യവന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാങ്കല്പികമാണ് കേട്ടോ. യവന്മാർ തീപ്പന്തത്തിലാണ് പെട്രോൾ ഒഴിച്ചിരിക്കുന്നത്, കേരളം ഇനി കത്താനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടിങ്. പിന്നെ കൈരളി നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ലല്ലോ. കൈരളി പിന്നെ പോരാട്ടത്തിൻ്റെ പീക്കിൽ നിൽക്കുകയാണെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരെ വരുന്നു.
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ റിയാസിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. റിയാസ് പോസ്റ്റ് ഇടുകയാണ്, മതനിരപേക്ഷത അത് അടിയറവ് വയ്ക്കില്ല എന്നാണ് റിയാസ് പറയുന്നത്. അല്ല, ഈ 1.72 കോടി രൂപ റിയാസിൻ്റെ ഭാര്യയുടെ, റിയാസില്ലേ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മോള് വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നല്ലോ. അത് എന്ത് സേവനം ചെയ്തിട്ടാണ് വന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീന്നു എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും റിയാസ് പറയുന്നു, വളഞ്ഞിട്ടടിച്ചോളൂ എന്നാലും മുട്ടുമടക്കില്ല. എടാ, അതല്ല ചോദ്യം. ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ 1.72 കോടി രൂപയില്ലേ, അത് ഒറ്റയടിക്കല്ല വന്നിരിക്കുന്നത്. മാസമാണ് ഈ കരിമണൽ കർത്ത അയച്ചു തന്നിരിക്കുന്നത്. ഈ അയച്ചു തന്നിരിക്കുന്ന കാശ് എന്തിനാണ് അയച്ചു തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റിയാസ് വീണ്ടും പറയുന്നു, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന് വയറ്റിൽ കൊട്ടിപ്പാടുന്നു. അല്ലെങ്കിൽ വീണ്ടും നമ്മളിത് ചോദിക്കേണ്ട അവസ്ഥയാണ്. അത് എന്തിനാണ് ഈ ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വി ഡി സതീശനെ കടന്നാക്രമിക്കാൻ നല്ലൊരു ഗ്യാപ്പ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ വി ഡിയും മോഡിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ പിണറായി അങ്ങ് പുളിത്തിക്കളയാന്ന് വിചാരിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സഖാക്കന്മാർ സൈഡിൽ കിടന്ന് ഇവന്മാരുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ, ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു കാര്യം ഇവന്മാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അത് അടുത്തത്. ഇനി അടുത്ത വേറൊരു കാര്യം, വേറെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വി ഡി സതീശൻ, അതായത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, വിനായക ദാമോദര സവർക്കർ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി, എല്ലാത്തിലും ദാമോദരന്മാരുണ്ട്, ഇവന്മാരെല്ലാം ഒറ്റ കെട്ടാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറേ എണ്ണം രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിനക്കൊക്കെ എന്ത് വയ്യ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായിരുന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയെപ്പോലെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആണല്ലോ, ശരിയാണ്. എൻ്റെ പരിചയത്തിൽ എനിക്ക് CPM പാർട്ടിക്കകത്തുള്ള ഒരുപാട് ആൾക്കാരോട്ട് നല്ല ബന്ധം എനിക്കുണ്ട്. പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്, അല്ലാതെ തന്നെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അവരൊക്കെ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിനാണെന്നാണ് എന്നോട് പേഴ്സണലി പറഞ്ഞു. ഇത്തവണ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിനാണ്. ഞാൻ ഞെട്ടിപ്പോയി. കോൺഗ്രസ്സിനോ? അതായത് കടുത്ത CPM അനുഭാവികളാണ് ഇവരൊക്കെ, അണികളാണ് ഇവരൊക്കെ, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇനി എന്ത് പറ്റി അതങ്ങനെ സംഭവിച്ചു പോയി? ഇത്ര ഒരു വാക്കിൽ അവർ ഒതുക്കി. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഏകാധിപതിയായിട്ടുള്ള ഈ പിണറായി വിജയൻ ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ മുച്ചൂടും മുടിക്കുകയാണ്. ഇയാളുടെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങി കേൾക്കുകയാണ്. അങ്ങനെ മുഴങ്ങി കേൾക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ഒരിക്കലും നശിച്ചു പോകരുത്. അപ്പോൾ ആ പാർട്ടി നശിക്കാതിരിക്കാനായിട്ട് ഇയാൾ അകത്ത് പോകണം. ഇയാൾ അകത്ത് പോകാനായിട്ട് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സഖാക്കളുടെ പോലും ചിന്ത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സഖാക്കളുടെ പോലും ചിന്ത അതാണ്. ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. ആ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന പിണറായി വിജയൻ പോലും എല്ലാ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ഇനി ഏതൊക്കെ കമ്മിറ്റിയുണ്ടോ ആ കമ്മിറ്റിയിലെല്ലാം എതിർപ്പുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനത്തെ വിഷയങ്ങൾ വരെയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും ഒട്ടും കയറിയാത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിക്കും എല്ലാം എന്തൊക്കെ കേസുകൾ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ അള്ളിക്കൊണ്ട് പോയപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അന്ന് ഇങ്ങനെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ഡയലോഗുണ്ട്, എന്തോന്ന്, അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് കാണിച്ചത് കൊണ്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായിട്ട് വന്ന് കാണിച്ചാൽ അവർ വരും, തെളിവെടുക്കും, അവർ പോവും. നിയമവിരുദ്ധത തെളിഞ്ഞാൽ ഇവനെ അള്ളിക്കൊണ്ട് പോവും. അത് കാണിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ആ പിണറായി വിജയൻ അന്ന്, അതായത് ആത്മാർത്ഥമായിട്ടുള്ള ചങ്കായിട്ടുള്ള പിണറായി വിജയനാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം AKG സെൻറ്ററിൽ പോലും പൊതുദർശനത്തിന് വയ്ക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമയത്ത് പെട്ടെന്ന് ദഹിപ്പിച്ചിട്ട് നേരെ വിദേശത്തോട്ട് കടന്നു കളഞ്ഞ വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോട് പോലും ഒരു ആത്മാർത്ഥത, ഇത് സ്വന്തം കാര്യം. അത് എനിക്ക് ആത്മാർത്ഥത എൻ്റെ വയറിനോടും പിന്നെ എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ കുട്ടികളോടും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലൊരു ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാണ്. അതായത് കൊച്ചു കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന ജോർജ് കുട്ടിയാണ്. മനസ്സിലായില്ല, സ്വന്തം മോക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്, അതാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. അത് എന്താണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിന് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ബോധിപ്പിച്ചിട്ടുള്ള കാര്യം വീണയെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ സംഭവം കിട്ടിയത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖ അങ്ങോട്ട് കൈമാറിയാൽ തീരാന്നുള്ള കേസല്ലേ ഉള്ളൂ. അത് കൈമാറാനായിട്ട് തയ്യാറല്ല. അതിന് പകരം എന്ത് പറയുന്നു, നേരത്തെയുള്ള സർക്കാരുകൾ VSൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നിട്ടില്ല, EK നായരുടെ വീട്ടിൽ വന്നിട്ടില്ല, അങ്ങനെ ആരുടെ വീട്ടിലും വന്നിട്ടില്ലല്ലോ.
അങ്ങനെ ആരുടെ വീട്ടിലും വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഈ അന്വേഷണത്തോട് നല്ല രീതിയിൽ സഹകരിക്കുന്ന വ്യക്തികൾ കൂടെയായിരുന്നു. പക്ഷേ ഇവിടെ പിണറായി ചെയ്യുന്നത് എന്താണ്? പിണറായി അണികളെ തൂണ്ടി വിടുന്നു, അതായത് ഇളക്കി വിടുന്നു, എന്നിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആക്രമിക്കുന്നു. ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. പൊന്നു മോനെ ഉണ്ടതിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. മോളിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് ഇരിക്കുന്നത്. പിണറായി വിജയനെ പോലെ ഒന്നും അല്ല അങ്ങേര്, അറിയാമല്ലോ. ഇടയ്ക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ സമയം മലയാളത്തിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അൺലിമിറ്റഡ് പവറാണ്, അൺലിമിറ്റഡ് പവർ. ഈ സംഘടനാ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഇപ്പോഴൊന്നും ഇറങ്ങാനും ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സമസ്താപരാധോ ഏറ്റു പറഞ്ഞ്, ഇപ്പോൾ അധികാരത്തിൻ്റെ ആ കവചമില്ല, ഏറ്റു പറയുക. പിന്നെ വേറൊരു കാര്യം, അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തിക്കുന്ന അണികളെ സത്യം പറഞ്ഞാൽ കോമഡി പീസായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നത്. 10 കൊല്ലം നിങ്ങളുടെയൊക്കെ ഭരണം കണ്ട് മടുത്ത് എന്താണ് നിങ്ങളുടെ യഥാർത്ഥ മുഖമെന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. പിണറായി വിജയൻ ഇപ്പം മലത്തി കളയുമെന്ന് പറഞ്ഞ് പിണറായിയൊക്കെ ആരാധനയോടെ കണ്ട സഖാക്കന്മാർ പോലും ഇപ്പോൾ പിണറായി എങ്ങനെയെങ്കിലും അകത്ത് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ ട്രോളിൻ്റെ പൂരമാണ്. നിങ്ങളിവിടെ കിടന്നുകൊണ്ട് പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് വല്ലതും വായിച്ചു നോക്കുന്നുണ്ടോ? പച്ചത്തെറിയാണ് ഇവിടുത്തെ ജെൻസി പിള്ളേരൊക്കെ എഴുതി വിടുന്നത്. അവരുടെ ഈ പൂക്കി തെറികളുണ്ടല്ലോ, അതൊക്കെ കാണണം. സത്യം പറഞ്ഞാൽ ഗംഗയെ മുങ്ങി കുളിച്ചാൽ ആ ഒരു അഴുക്ക് പോകില്ല. അപ്പം ശരി.